ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ വിട്ടു നൽകുന്നത് പരിഗണിക്കണം. ഇടക്കാല ഉത്തരവിറക്കി ഹൈക്കോടതി. ഓപ്പറേഷൻ നുംകോറിൽ നടൻ ദുൽഖർ സൽമാന്റെ വാഹനം പിടിച്ചെടുത്തതിൽ കസ്റ്റംസിന് തിരിച്ചടി. ദുൽഖറിന്റെ ഡിഫൻഡർ വിട്ടു നൽകുന്നത് പരിഗണിക്കണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ദുൽഖർ സൽമാന്റെ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. വാഹനം വിട്ടു നൽകുന്നത് സംബന്ധിച്ച ദുൽഖറിന്റെ അപേക്ഷ തള്ളുകയാണെങ്കിൽ കസ്റ്റംസ് കാരണം വ്യക്തമാക്കി ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. വാഹനത്തിന്റെ മൂല്യത്തിന് തുല്യമായ തുക ബാങ്ക് ഗ്യാരണ്ടിയായി നൽകാമെന്ന് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ദുൽഖർ സൽമാനെതിരെ കസ്റ്റംസ് ഹൈക്കോടതിയിൽ ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. ദുൽഖർ സൽമാൻ വാഹനം വിദേശത്ത് നിന്ന് കടത്തിയതായിരുന്നാണ് കസ്റ്റംസിന്റെ വാദം. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനം പിടിച്ചെടുത്തത്. ദുൽഖറിന്റെ 2 വാഹനങ്ങൾ കൂടി പിടിച്ചെടുത്തിരുന്നുവെന്നും എന്നാൽ ആ നടപടി ദുൽഖർ ചോദ്യം ചെയ്തിട്ടില്ലെന്നും കസ്റ്റംസ് ചൂണ്ടിക്കാട്ടി. നിയമവിരുദ്ധമെങ്കിൽ കസ്റ്റംസിന് വാഹനം പിടിച്ചെടുക്കാം. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് ദുൽഖറിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നടന്റെ ഹർജി നിലനിൽക്കില്ലെന്നും കസ്റ്റംസ് ചൂണ്ടിക്കാട്ടി. കസ്റ്റംസിന്റെ വാദങ്ങൾ കേട്ട ഹൈക്കോടതി അന്വേഷണത്തിന് വാഹനം കസ്റ്റഡിയിൽ അനിവാര്യമാണോ എന്ന് ചോദിച്ചു. രേഖകളുടെ അടിസ്ഥാനത്തിലല്ല അന്വേഷണമെന്നും ഹൈക്കോടതി ചോദിച്ചു. ഇതിനിടെയാണ് വാഹനത്തിന്റെ മൂല്യത്തിന് തുല്യമായ തുക 17 ലക്ഷം രൂപ ബാങ്ക് ഗ്യാരണ്ടിയായി നൽകാമെന്ന് ദുൽഖർ അറിയിച്ചത്. കസ്റ്റംസിന്റെയും ദുൽഖറിന്റെയും വാദങ്ങൾ പരിഗണിച്ച ശേഷമാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയത്.